പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ജൻസി വിപ്ലവം കൂടി ഫലം കണ്ടിരിക്കുന്നു. നീറ്റ് ക്രമക്കേടിലെ ഓരോ സമരങ്ങളും ഓരോ സമര നിമിഷവും റിപ്പോർട്ടർ തുടക്കം മുതൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ വാർത്തയാക്കിയിരുന്നു. അവർ ഇന്റർനെറ്റ് വിച്ഛേദിക്കുമ്പോൾ നമ്മൾ അല്പം അകലെയുള്ള ഇന്റർനെറ്റ് ലഭ്യമായ സ്ഥലത്ത് പോയി ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവർ പല രീതിയിലും നമ്മുടെ തലമുറയുടെ സമരത്തെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണെങ്കിലും അവിടെയുള്ള ഓരോ വിവരങ്ങളും ആ നിമിഷം തന്നെ പ്രേക്ഷകർക്ക് നമ്മളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം എത്തിച്ചിരുന്നു. CJPയുടേതുൾപ്പെടെ സമരങ്ങൾ കണ്ടിൽ നിന്ന് നിലച്ചവരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, അതാണ് റിപ്പോർട്ടർ ഉയർത്തുന്ന മുദ്രാവാക്യം. നിരുപാധികം ജീവനൊടുക്കിയ കുട്ടികൾക്ക് നീതിക്ക് വേണ്ടി അവരുടെ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് റിപ്പോർട്ടർ. അവർക്കായി തെരുവിലിറങ്ങിയ ഓരോരുത്തർക്കും ഒപ്പം തന്നെയാണ് റിപ്പോർട്ടർ. സമരമുഖത്തുണ്ടായിരുന്ന റിപ്പോർട്ടർ ടീം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ ചേരുകയാണ്. PR സുനിൽ, നോബൽ മാരിക്കാരൻ, ആദിൽ പാലോഡ്, സജോ ദേവസ്യ, മുബഷർ അക്ബർ, YS അഭിനന്ദ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തലസ്ഥാന നഗരിയിലെ ഓരോ നീക്കങ്ങളും അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഈ റിപ്പോർട്ടർമാരും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകളുമാണ്. നന്ദു പേരാമ്പ്ര, കണ്ണൻ പ്രസന്നൻ, അതുൽ ചന്ദ്രൻ, ഹണി തങ്കപ്പൻ, സബിൻ ചത്തിൽ, ഉണ്ണി തുവു എന്നിവരാണ് ഈ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊപ്പം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ഒരു നിമിഷം പോലും വൈകാതെ, ഒരു ദൃശ്യം പോലും ചോരാതെ എത്തിച്ച, വിശകലനങ്ങളോടുകൂടി എത്തിച്ച നമ്മുടെ റിപ്പോർട്ടർമാരും തത്സമയം ചേരുകയാണ്. PR സുനിലിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ ജന്തർ മന്ദറിലുണ്ട്. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. മുബഷീർ, ഗുഡ് മോർണിംഗ്. സജോ, ഗുഡ് മോർണിംഗ്. അഭിനന്ദ്, വെരി വെരി ഗുഡ് മോർണിംഗ്. ആദിൽ പാലോഡ്, ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ള നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ ക്യാമറയ്ക്ക് പിന്നിലാണെന്നറിയാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ രാവിലത്തെ കാഴ്ച എങ്ങനെയാണ് ജന്തർ മന്ദറിൽ? നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 36 ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ജന്തർ മന്ദറിൽ നിന്നാണ് ഈ രാവിലെ പ്രഭാത പരിപാടി മിക്കവാറും ആരംഭിച്ചിരുന്നത്. ഓരോ വിവരങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അറിയിച്ചിരുന്നത് നിങ്ങളാണ്. നിങ്ങൾക്കൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. കഴിഞ്ഞ 36 ദിവസം ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പങ്കുവെച്ചാൽ എന്താണ് ഹൃദയത്തിൽ തട്ടിപ്പോയ മൊമെന്റ് എന്ന് കൂടി നമുക്ക് അവരിൽ നിന്ന് ചോദിച്ചറിയാം. PR സുനിൽ, ഒപ്പം ഇന്നത്തെ ജന്തർ മന്ദറിലെ കാഴ്ചകൾ എന്താണ്? അരുൺ, അങ്ങനെ ജന്തർ മന്ദർ കഴിഞ്ഞ 35 ദിവസത്തിന് ശേഷം ഇവിടെ വിജനമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികളുടെ ഒരു പ്രളയമായിരുന്നു ഇവിടെ. വിദ്യാർത്ഥികൾ ഒഴുകിയെത്തുന്ന ഒരിടമായിരുന്നു ഇവിടെ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻമാർ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കും. ഇവിടെ ചെറിയ കുടിലുകളൊക്കെ ഉണ്ടായിരുന്നത് പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേജ് അടക്കം മാറ്റിയിട്ടുണ്ട്. ഇവിടെ സേവാദളിൻ്റെ പ്രവർത്തകർ വന്ന് ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കുന്നൊക്കെയുണ്ട്. ഏതായാലും നമ്മുടെ ഈ ടീം ഈ സമരത്തിൻ്റെ ഭാഗമായി തന്നെ സമരത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാനായി എല്ലാ നിമിഷവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആദിൽ പാലോടാണെങ്കിൽ, നോബിളാണെങ്കിൽ, അതുപോലെ തന്നെ അഭിനന്ദ്, സജോ, മുബഷീർ എല്ലാവരും സജീവമായി തന്നെ നിന്നു. ദുർഘടമായിരുന്നു ഈ സമരത്തിൻ്റെ ജൂലൈ 20 റിപ്പോർട്ടിംഗ്. എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലേ? ആദിൽ പാലോട് ഒരു തീയായല്ലേ ഇവിടെ? അല്ല, ശരിക്കും പറഞ്ഞാൽ വലിയ അനുഭവമാണ്. അതിനേക്കാൾ കൂടുതലൊരു ഞാൻ അരുൺകുമാറിൻ്റെ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു സ്വപ്ന ഭൂമി പോലെയാണ് എനിക്ക് പലപ്പോഴും ഈ സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത്. ജന്തർ മന്ദർ റോഡിലെ ഈ സാധാരണ സമരം നടക്കുന്നത്, സമരം വിളിക്കുന്നു, സാധാരണ ആളുകൾ പോകുന്നതാണ് നമ്മൾ സ്ഥിരം ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അറിയാത്ത ആളുകൾക്ക് വന്ന് വീശി കൊടുക്കുക, ആരെന്നറിയില്ല, വീടെവിടെയെന്നറിയില്ല, അവരൊന്ന് വീശി കൊടുക്കുക. ഭക്ഷണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അവസാനം ഇവർക്ക് പറയേണ്ടി വന്നു, ഭക്ഷണം മതി, നിങ്ങൾ അയക്കരുത് എന്ന് പറയേണ്ടി വന്നു. അങ്ങനെ രാവിലെ ഭക്ഷണം വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സമയത്തും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് കിട്ടുന്ന ലോക്കൽ ഫുഡ് അല്ല വരുന്നത്, അത് വലിയ കമ്പനികളുടെ ഫുഡാണ്. ആ നിലയിൽ, അതായത് വില കൂടിയ ഭക്ഷണമാണ് ആളുകൾ ഇങ്ങനെ അയക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട, എനിക്ക് രാവിലെ വരുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള വേസ്റ്റും മാലിന്യങ്ങളും ഇവിടെയുള്ള ആളുകൾ തന്നെ നീക്കുന്നത് കണ്ടില്ലേ? അതായത് ആ നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്താണോ, ആഗ്രഹിക്കുന്ന യുവത എന്താണോ, ആദ്യഘട്ടത്തിൽ ഈ സമരത്തെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നത് ഭീകരവാദികളുടെ B ടീം എന്നാണ്. അങ്ങനെയല്ല, ഇതാണ് യഥാർത്ഥ യുവത്വം എന്ന് തെളിയിച്ചല്ലേ? നോബിളിന്റെ അനുഭവം എന്തൊക്കെയാണ്? അല്ല, തീർച്ചയായും നമ്മൾ വളരെ ഈ സമരത്തിലേക്ക് വരുമ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് കണ്ടുകൊടുത്തത്. കാരണം ആദ്യമൊക്കെ ഈ സമരത്തിലേക്ക് വരുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്ന സംശയം നമുക്കുണ്ടായി. കാരണം ഒരുപാട് വിവിധ രാഷ്ട്രീയ കക്ഷിയുള്ള ആളുകളൊക്കെ വന്ന് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ശ്രമം നടത്തും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ അമ്മമാർ, അല്ലെങ്കിൽ പ്രായമായ ആളുകൾ, ആ പ്രായഭേദമന്യേ ആളുകൾ വരുന്നു. വൈകാരികമായാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആരും അത്തരത്തിൽ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. പലരും വൈകാരികമായി സംസാരിക്കുന്നു, പലരും വൈകാരികമായി ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. എന്നെ മനസ്സിൽ ഏറ്റവും ടച്ച് ചെയ്തത്, ഒരു ദിവസം ഇവിടെ വലിയ സമരം നടക്കുമ്പോൾ അവിടെ ഒരു കോർണറിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം കുട്ടികൾ നിന്നുകൊണ്ട് അവർ ആംഗ്യ ഭാഷയിൽ ഇതിനെ മുദ്രാവാക്യം വിളിക്കുന്ന
ഇതുണ്ട്. ആ സമയത്ത് എൻ്റെ കൂടെ ക്യാമറ ഇല്ല, ഞാൻ ആ സൈഡിലാണ് നിൽക്കുന്നത്. അങ്ങനെ വലിയ ഒരു ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കരമായിരുന്നു. കാരണം അവർക്ക് സംസാരിക്കാനുള്ള കഴിവ് അവർക്കില്ല. പക്ഷേ ഒരു ആംഗ്യ ഭാഷയിൽ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുക. ഇപ്പോൾ വലിയ ശബ്ദത്തിൽ ഒരുപക്ഷെ അവരുടെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം അത് ഒരുപക്ഷെ അത് കേൾക്കാൻ കഴിയും. പക്ഷേ അവർ ആംഗ്യം കൊണ്ട് അവർ വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു രംഗം അതെനിക്ക് വലിയ ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് തോന്നിയിട്ട്. പക്ഷേ എന്താണെങ്കിലും സമരം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും അതിന് വലിയ തീവ്രത വരുന്നു, വലിയ ആൾക്കൂട്ടം വരുന്നു, ചെറിയൊരു ആൾക്കൂട്ടവും ഒരു ആഘോഷവും ഒക്കെ ഇത് മാറുന്നു. സമരത്തിനപ്പുറം ആളുകൾ ഇതിനെ ഒരു സമരത്തോടൊപ്പം ഒരു ആഘോഷ രീതിയിൽ ഒരു പുതിയൊരു ജൻസി പ്രക്ഷോഭം നമുക്ക് കാണിച്ചു തരും. എങ്ങനെയാണ് ആധുനിക കാലത്ത് ഒരു പക്ഷേ സമരങ്ങൾ വിജയിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന സജോ, കേരളത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജന്തർ മന്ദറിൽ പാർലമെന്റിന്റെ തൊട്ടടുത്താണ് ഈ സമരം ഇങ്ങനെ തിളച്ചു മറിഞ്ഞു നിൽക്കുമ്പോഴാണ് സജോ വരുന്നത്. സജോന് എന്താണ് തോന്നിയത്? അവരൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇങ്ങനെ ഒന്ന് സാധ്യമാകുമോ എന്ന പലതരം സംശയങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പല സംശയങ്ങളുണ്ടായിരുന്നു. ഒരു സമരം ഇവരുടേതായ രീതിയിൽ രാജ്യം ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത അല്ലെങ്കിൽ നവീനമായ ഒരു പ്രതിഭാസം എന്ന് വിളിക്കാൻ കഴിയുന്നതാണ്. അത് എങ്ങനെ സാധ്യമാകുന്നു എന്ന ഒരു വല്ലാത്തൊരു കൗതുകം ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നു. അതാണ് എല്ലാവരും വോളണ്ടിയർമാരാകുന്നു, എല്ലാവരും അതായത് വിവിധ ഭാഷ സംസാരിക്കുന്ന പരസ്പരം അവർ ഒരേ ഭാഷയിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു നവീനമായ ഒരു പ്രതിഭാസം സാധ്യമായി എന്നുള്ളതാണ്. അത് അങ്ങനെ നടക്കുമോ? ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അതൊരു പുതിയ പ്രതിഭാസമാണ്. അത് ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എളുപ്പത്തിൽ സാധ്യമാകുമോ എന്ന ചോദ്യമായിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ സാധ്യമാകും. എളുപ്പത്തിൽ എന്ന് വെച്ചാൽ അതിനുവേണ്ടിയുള്ള ഇച്ഛാശക്തിയും പോരാട്ടവീര്യവും ഉണ്ടെങ്കിൽ ഒരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിൽ റിപ്പോർട്ടറിനെ പറയാം. ഈ മുബഷീർ പ്രത്യേകിച്ച് ഈ ജന്തർ മന്ദറിലായിരുന്നല്ലോ കൂടുതൽ സമയം ചെലവഴിച്ചത്. അവിടെയൊക്കെ ആണെങ്കിൽ ഇന്റർനെറ്റ് ആണെങ്കിൽ കണക്ഷനും ഇല്ല. അപ്പോൾ ലൈവായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഇൻപുട്ട് ചെയ്ത് വിളിക്കുന്ന സമയത്ത് എന്താ തോന്നിയത് മുബഷീർ? എങ്ങനെയാണ് പിന്നീട് ഈ ദൃശ്യങ്ങളൊക്കെ കുറച്ച് വേഗത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിച്ചത്? ഈ ഇന്റർനെറ്റ് പ്രശ്നം കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയോ മുബഷീർ? ലൈവ് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അരുൺകുമാർ. ആ നെറ്റ്വർക്ക് സംവിധാനം എനിക്ക് തോന്നുന്നു ഞാനിവിടെ എത്തി രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മളിവിടെ ഇന്റർനെറ്റ് കിട്ടുന്ന ഒരു മേഖല ഇവിടെയുള്ള നമ്മുടെ ബ്യൂറോ കണ്ടെത്തി തന്നു. അവിടെ പോയിട്ടായിരുന്നു പിന്നീട് ഇവിടെ നിന്നും എടുക്കുന്ന ഡെഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയച്ചു കൊടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ തന്നെ മുന്നോട്ട് വെക്കുന്ന മീഡിയ ആക്ടിവിസം ആണല്ലോ. മീഡിയ ആക്ടിവിസം യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് ഈ ജന്തർ മന്ദറിൽ വന്നതിന് ശേഷമാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആ കുട്ടികളുടെ മാതാപിതാക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ എത്രത്തോളമാണ് ഈ വിഷയത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പലതരത്തിൽ റീലുകളിൽ മാത്രം ജീവിക്കുന്ന ഒരു തലമുറയാണ് ജെൻസി എന്നൊക്കെ തന്നെ പറയുകയും ഈ റീലുകളെ എത്രത്തോളം ക്രിയാത്മകമായിട്ടാണ് ഈ സമരത്തിൽ അവർ ഉപയോഗിച്ചതെന്നുള്ളതും വളരെ കൃത്യമായിട്ട് നേരിട്ട് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധ പരിപാടിയിൽ അണിചേർന്നാൻ കഴിയുന്നതിൽ വലിയൊരു സന്തോഷം കൂടിയുണ്ട്. അതുകൂടി ഈ ഒരു സാഹചര്യത്തിൽ അഭിനന്ദാണ് രാത്രികാലങ്ങളിൽ അവിടെ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ നൽകുന്നത്. മാത്രമല്ല പല ആക്ഷനുകളും രാത്രികാലങ്ങളിലാണ് കൂടുതൽ സജീവമായതും. രാത്രിയിലുള്ള ഈ ഗാന്ധി സ്മൃതിയിലേക്കുള്ള യാത്ര, അതേപോലെ ജന്തർ മന്ദറിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ രാത്രിയൊക്കെ തന്നെ അരുൺ, രാത്രിയൊക്കെ തന്നെ ഒരുപക്ഷെ പോലീസ് ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഈ സമരം തുടർന്നു പോവുകയാണെങ്കിൽ പോലീസ് രാത്രികാലത്ത് എത്തി ഇവരെ നീക്കാനൊക്കെ ശ്രമിക്കാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. അതിനുള്ള പദ്ധതിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി മുഴുവൻ ഈ ജന്തർ മന്ദറിൽ തങ്ങിയ ആളാണ് അഭിനന്ദ്. ഈ രാത്രിയിൽ ജന്തർ മന്ദറിൽ തങ്ങിയ ഒരു അനുഭവം, ഇന്റർനെറ്റ് ഒന്നുമില്ല മുബഷീർ പറഞ്ഞതുപോലെ. രാത്രിയിൽ മാത്രമല്ല, ഈ 35 ദിവസം ജന്തർ മന്ദറിൽ നടന്ന സംഭവം അത് അങ്ങേറ്റം ചരിത്രമായി മാറാൻ പോവുകയാണ്. ഇനി ഓരോ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അത് CJP പ്രക്ഷോഭം എങ്ങനെയാണ് ജന്തർ മന്ദറിൽ എത്തിയെന്ന് പഠിക്കാൻ പോകുകയാണ്. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഈ 35 ദിവസവും എനിക്ക് കഴിഞ്ഞതിൽ അങ്ങേറ്റം സന്തോഷവുമുണ്ട്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്, നമ്മൾ തന്നെ രാവിലെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച, NDAക്കെതിരായ ക്രമക്കേട്, CUETയുടെ PG പരീക്ഷാ ഫലവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ ആദിൽ പാലോടായാലും നോബൽ മാരിക്കാരനായാലും രാവിലെ വന്ന് ഇത് മാത്രമാണ് നമ്മുടെ ഫോളോ അപ്പുകൾ, വാർത്തകൾ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിഷേധത്തെ തള്ളി തകർക്കാൻ പലരും നോക്കി. അപ്പോഴും ഇതിനകത്ത് വീണില്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ജെൻസി എന്ന് പറയും പോലെ ഇൻസൾട്ട്മെന്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ അത് ഏറ്റെടുത്തു. പ്രതിഷേധവുമായി മുന്നോട്ട് പോയി. സമരം വിജയിച്ചു. ആ സമരഭൂമിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമരഭൂമി പൊളിച്ചു മാറ്റിയ തത്സമയ ദൃശ്യങ്ങൾ പോലും ഇന്നലെ അരുൺകുമാറിന്റെ ഷോയിൽ നമ്മൾ കാണിച്ചിരുന്നു. അങ്ങേയറ്റം ഹൃദയസ്പർശിയായി എനിക്കിത് മാറുകയാണ്. ഭയങ്കര വൈകാരിക തലത്തിലേക്ക് കൂടിയാണ്. ഇവിടുത്തെ ഒരു കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഇവിടെ ജന്തർ മന്ദർ അരുൺ, ഇവിടുത്തെ ഒരു കാഴ്ചകൾ കൂടി കാണിക്കാം. നമ്മുടെ ക്യാമറമാൻ പാൻ ചെയ്യും. എത്രത്തോളം ഇവിടുത്തെ ഈ നന്ദു പേരാമ്പ്ര ഈ ദൃശ്യങ്ങൾ കാണിക്കാം. ഇവിടെ
ഇവിടെ നോക്കൂ, ഈ ജന്തർ മന്ദറിലുണ്ടായിരുന്ന എല്ലാ കുടിലുകളും സ്റ്റേജുകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ സേവാദളിൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തി ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ആരും തന്നെയില്ല. ഇവിടെയുള്ള എല്ലാ സമരപ്പന്തലുകളും സമരത്തിൻ്റെ കുടിലുകളും ഭക്ഷണ കേന്ദ്രങ്ങളും അങ്ങനെ പ്രവർത്തിച്ച എല്ലാ സംവിധാനങ്ങളും ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. കുറേ ബാരിക്കേഡുകളുണ്ട്. ഡൽഹി പോലീസിന്റെ വലിയൊരു സുരക്ഷാ സംവിധാനമുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ബാരിക്കേഡുകൾ കൂടി മാറ്റുമായിരിക്കും. അങ്ങനെ ഈ സമരം 35 ദിവസത്തിന് ശേഷം അവസാനിച്ചു വിജയകരമായ. അല്ലേ, കുടിമാമന്റെ പീടിക ഉണ്ടായിരുന്നല്ലോ, മാമന്റെ ചായക്കടയിലൊക്കെ നല്ല തിരക്കായിരുന്നു. അതോ ഈ സമയത്ത് കച്ചവടം നടന്നില്ലേ? ഈ മലയാളിയായ നായരുടെ കട ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ഈ കട ഈ സമരസമയത്ത് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടുത്തെ കടകൾക്കൊക്കെ നിയന്ത്രണമുണ്ടായിരുന്നു, നിരോധനമുണ്ടായിരുന്നു. കാരണം ഈ സമരത്തെ എങ്ങനെയെങ്കിലും അടിച്ചൊതുക്കുക എന്നതായിരുന്നു പ്രധാനമായും പോലീസിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ഈ കടയൊന്നും തന്നെ തുറക്കാനേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ വലിയ ആശ്വാസമാണ്. ഇനിയിപ്പോൾ നമ്മുടെ മലയാളിക്ക് ഇവിടെ ഈ കടയൊക്കെ തുറക്കാം. അത് പൂട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സാധാരണ അതിരാവിലെ തന്നെ ഈ കടകളൊക്കെ തുറക്കുന്നതാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഒരുപാട് പേർ വരുന്നതാണ്. ഏതായാലും ഇനി ആ കടകളൊക്കെ. അപ്പോൾ ഞാൻ തിരിച്ചു വരാം പ്രിയാസുനിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജന്തർ മന്ദറിലെ ഇന്നത്തെ പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ കണ്ടാൽ അവിടെ ഇരിക്കുന്നൊരു സമരമേ നടന്നിട്ടില്ല എന്ന് തോന്നുന്ന മട്ടിലാണ് അല്ലേ. നമ്മൾ സാധാരണ ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോഴാണ്, ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് തിരുവനന്തപുരം നഗരത്തെ നിമിഷങ്ങൾക്കുള്ളിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൊഴിലാളികൾ വളരെ കൃത്യമാക്കി വൃത്തിയാക്കുന്നത്. അതേപോലെയാണ് ജന്തർ മന്ദർ. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവർക്ക് പന്തൽ വയ്ക്കാനറിയാമെങ്കിൽ, പന്തൽ കെട്ടാനറിയാമെങ്കിൽ, അവർക്ക് പന്തൽ പൊളിക്കാനും അറിയാം. അവരുടെ മാലിന്യങ്ങൾ എന്തെങ്കിലും അവശേഷിച്ചിരുന്നെങ്കിൽ അതെല്ലാം ഇന്നലെ രാത്രിയാകുമ്പോഴേക്കും അവർ പരമാവധി 90-95% ക്ലീനാക്കി. ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ ഈ സേവാദൾ പ്രവർത്തകർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമരത്തിൻ്റെ ഒരു ന്യൂ നോർമൽ എന്നുള്ളത് കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ കാണിച്ചു തരുന്നു.